Hello students, so welcome to another revision session. നമ്മൾ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ടൈപ്പ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ചെക്കിംഗ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെക്ക് ചെയ്താൽ മതി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പോയിന്റ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x if x less than or equal to 2, 2x minus 3 if x greater than 2. ഓക്കെ, ഇവിടെ നമുക്ക് 2ലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. 2 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോഴും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോഴും ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ അറ്റ് ദ പോയിന്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനെ റീപ്ലേസ് ചെയ്ത് 2 കൊടുത്താൽ മതി. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനെ റീപ്ലേസ് ചെയ്തു 2 × 2 + 3 ദാറ്റ് ഇസ് 7. ഓക്കെ, എഫ് ഓഫ് 2 കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ജസ്റ്റ് നമ്പർ ലൈൻ ഓർക്കുക. 2 എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം 2ന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എക്സാക്ട് 2 എന്നുള്ള വാല്യൂ അല്ല കൊടുക്കുന്നത്, 2വിനോട് വളരെ അടുത്ത് നിൽക്കുന്നുള്ള ഒരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളൊരു വാല്യൂ, ഫോർ എക്സാമ്പിൾ 1.999 എന്നുള്ളൊരു വാല്യൂ എടുക്കുക. അപ്പോൾ ഈ 1.999 നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 2ൽ നിന്ന് ഒരു ചെറിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എച്ച് എന്ന് പറയുന്നത് ഒരു വെരി സ്മോൾ വാല്യൂ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിതെന്താണ്? 2 മൈനസും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പം ഇവിടെ എന്താ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്, 2വിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്, വിച്ച് മീൻസ് 2.0001. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത്? 2ൻ്റെ കൂടെ ഒരു ചെറിയ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ 2 + h. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മൈനസും ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ നമ്മൾ 2 പ്ലസും ആണ്. ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാൻ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്. കറക്റ്റ് അതിലല്ല, ടെൻഡ് ചെയ്യാമെന്നാണ് ആ ഒരു വായിക്കുമ്പോൾ തന്നെ വരുന്ന മീനിങ്. ഓക്കെ, ദെൻ 2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2വിനെക്കാട്ടിൽ കുറവ്. ഫംഗ്ഷൻ ഏത് വരും? 2x + 3. ഇവിടെ ലെസ് ദാൻ 2 വരുന്ന ഏതാണ്? 2x + 3യും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത് 2x - 3 ആണ്. അപ്പോൾ 2x + 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ലിമിറ്റ് ചേഞ്ച് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. h ടെൻസ് ടു 0. ഇനി എക്സിന് പകരം എന്തെഴുതും? 2 - h. 2ൽ നിന്നൊരു ചെറിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ 2 × 2 - h + 3. ഇനി എച്ചിന് 0 വന്നാൽ 2 × 2 4 + 3 വാല്യൂ എന്ത് വരും? 7 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ ഫംഗ്ഷൻ മാറും, കാരണം 2വിനെക്കാട്ടിൽ ഗ്രേറ്റർ, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താ? 2x - 3 ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ലിമിറ്റ് ചേഞ്ച് ചെയ്യുക. ലിമിറ്റ് h ടെൻസ് ടു 0, 2 × 2 + h - 3. എച്ചിന് 0 കൊടുത്താൽ 4 - 3 1 കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് 2 ഈക്വൽ ടു എൽ എച്ചിലാണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റിന് അത് ഈക്വൽ അല്ല അല്ലേ. വിച്ച് മീൻസ് ദ ഫംഗ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഫോർമുലാസ് ആണ്. ഫോർമുലാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ ബൈ തീറ്റ എന്താണ്? 1 ആണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ ബൈ തീറ്റ ഇല്ല കേട്ടോ. ഇവിടെ കോസിന് ബൈ തീറ്റ ഇല്ല, കോസ് തീറ്റ ഈക്വൽ ടു 1 ആണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ടാൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻x - 1/x ഈക്വൽ ടു 1. ഇനി ലോഗ് വെച്ചിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 + x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു a x⁻n - a⁻n ബൈ x - a ഈക്വൽ ടു n × a⁻n - 1. നമ്മൾ 11th പഠിച്ച ഫോർമുലാസ് ആണ്, ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ടൈപ്പ്. ടൈപ്പ് 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് കാണിച്ചാൽ മതി. ഇനി സപ്പോസ് ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സ് വാല്യൂ തന്നിട്ടുണ്ടാവില്ല അല്ലേ. സോ വി വിൽ ബി അസ്യൂമിങ് ദാറ്റ് പോയിന്റ് ഇസ് സി. അപ്പോൾ സി മൈനസും സി പ്ലസും ആയിട്ടായിരിക്കും LHLും RHLും എടുക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് 3 പറഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ടാകും, നമ്മളോടൊരു മിസ്സിംഗ് വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി?
രണ്ട് വാല്യൂസ്, അതായത് LHL RHL തമ്മിലോ അല്ലെങ്കിൽ LHലും FA ഫംഗ്ഷനും അല്ലെങ്കിൽ RHലും FAയും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. f(x) ഈക്വൽ ടു ഫംഗ്ഷൻ ഗിവൺ kx² വെൻ x ലെസ് ദാൻ 2. അപ്പോൾ ഇതെന്തായിരിക്കും? LHL ആയിരിക്കും. 3 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഈ ഒരു കാര്യം പിടികിട്ടിയാൽ നിങ്ങൾ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. f(x) ഇസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് മിസ്സിംഗ് വാല്യൂ k കണ്ടുപിടിക്കാൻ LHL ഈക്വൽ ടു RHL വെച്ച് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. LHL എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് kx². നെക്സ്റ്റ് സ്റ്റെപ്പിൽ എച്ച് ടെൻസ് ടു 0. 2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? 2ൽ നിന്നൊരു ചെറിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു. k ഇൻറ്റു 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയറിന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ h0 വന്നാൽ 2² എന്താ? 4k. LHL കിട്ടി അല്ലേ. RHL എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ് 2 പ്ലസിൽ എന്താ? 3 ഉള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് എച്ചിൻ്റെ കേസൊന്നും വരുന്നില്ല, ഡയറക്റ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ 3 തന്നെയാണ് വരുന്നത്. ഇക്വേറ്റ് ചെയ്യാം, കാരണം ഗിവൺ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. സോ 4k ഇസ് ഈക്വൽ ടു 3. കെയുടെ വാല്യൂ എന്താണ്? 3/4 എന്ന് വരും. അപ്പോൾ കണ്ടിന്യൂറ്റീവ് ആയിട്ട് ബേസ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് വരാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു അനദർ ആണ് അല്ലേ. ഒന്നിനെ മറ്റൊന്നിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വെച്ച് പറയുന്നതിനാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിലും ഫോർമുലാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർമുലാസ് നോക്കാം. y ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x⁻n. dy/dx എന്തായിരിക്കും? dy/dx എന്നോ y' എന്നോ എഴുതാം. എന്തായിരിക്കും? nx⁻n-1. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. x is equal to a⁻x. ഇതെല്ലാവർക്കും ഓർമ്മ കാണും, പക്ഷേ a⁻x വരുമ്പോൾ ഇപ്പോൾ 3⁻x അങ്ങനെയൊക്കെ വരുമ്പോൾ മാറിപ്പോവരുത്. y is equal to a⁻x. dy/dx എന്തായിരിക്കും? a⁻x log a. അപ്പോൾ y is equal to 3⁻x എന്നാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം dy/dx അല്ലെങ്കിൽ y' എന്ന് പറയുന്നത് എന്തായിരിക്കും? 3⁻x ഇൻറ്റു log 3 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് y is equal to log x. എന്താണ്? 1/x. log xൻ്റെ ഡെറിവേറ്റീവ് 1/x. e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. സൈനിൻ്റെ കേസിൽ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ്, കോസിൻ്റെ കേസിൽ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സൈനും കോസും തിരിച്ചു വരുന്നു എന്ന് ഓർക്കുക, പക്ഷേ ഈ മൈനസും കൂടെ ഓർത്തിരിക്കുക. കോസിന് നെഗറ്റീവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഓർക്കാനുള്ളത് പറയാം. ആദ്യം ഇതൊന്ന് പറഞ്ഞു തീർന്നിട്ട്, ടാൻ എക്സ് എന്താണ്? ടാൻ എക്സ് sec² ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്²x, കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടത് എന്താ? നമുക്ക് കോസ്, കോട്ട്, കൊസീക്ക് അല്ലേ, ഈ കോ വരുന്ന സംഭവത്തിനെല്ലാം ഡെറിവേറ്റീവിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. മൈനസ് സൈൻ എക്സ്, കോട്ടെക്സ് മൈനസ് കൊസീക്²x, കൊസീക് എക്സ് മൈനസ് കൊസീക് എക്സ്. അപ്പോൾ ആ കോ വരുന്ന സംഭവങ്ങൾക്കെല്ലാം നെഗറ്റീവ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഡെറിവേറ്റീവ്സ്. y is equal to സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√(1 - x²). അപ്പോൾ ഈ 1 - x² നമ്മൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. സബ്സ്റ്റിറ്റ്യൂഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് 1 മൈനസ് sin²x, 1 മൈനസ് cos²x. അപ്പോൾ ആ ഒരു ഫോം ഓർത്താൽ മതി. 1 - x², √(1 - x². കോസ് ഇൻവേഴ്സിൻ്റെ ഇതേ ഫോർമുല തന്നെയാണ്, നെഗറ്റീവ് -1/√(1 - x². ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്ത് വരും? 1/1 + x². കോട്ട് ഇൻവേഴ്സിൻ്റെ -1/1 + x². സീക്ക് ഇൻവേഴ്സിൻ്റെ 1/x√(x² - 1. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ -1/x√(x² - 1. ഇവിടെ നോക്കിയേ, കോസ് എക്സ്, കോട്ടെക്സ്, കൊസീക് എക്സ്, ആ കോ വരുന്നതിനെല്ലാം നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് നെഗറ്റീവ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ദ അതർ. ഇപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ എക്സ് വേരി ചെയ്യുന്ന അനുസരിച്ച് y എത്ര വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഇപ്പോൾ 4 എന്നുള്ളൊരു വാല്യൂ ഡെറിവേറ്റീവ് എടുത്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, y is equal to 4 ആണെങ്കിൽ y' എന്ന് പറയുന്നത് എന്താ? 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ പ്രോഡക്റ്റ്, രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്.
നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1, log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അങ്ങനെയല്ല, u ഇൻറ്റു വി ആണ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്നാണ് പഠിച്ചെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. ഞാനിവിടെ യു വി വെച്ചാണ് എഴുതുന്നത്. യു ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, വി ആണ് സെക്കൻഡ് ഫംഗ്ഷൻ എങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? യു ഡാഷ് വി, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വി പ്ലസ് വി ഡാഷ് യു. യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. എക്സ് ആണ് നമ്മുടെ യു, ലോഗ് എക്സ് ആണ് വി. ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എങ്ങനെ വരും? യു ഡാഷ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു യു ഡാഷ് വി ആണ്, 1 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വി ഡാഷ് യു 1/x ഇൻറ്റു യു എന്താണ്? എക്സ് തന്നെ വരും. അപ്പോൾ ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് വരും? ലോഗ് എക്സ് പ്ലസ് 1. ഓക്കെ, നെക്സ്റ്റ് കോഷ്യൻ റൂൾ. അവിടെ യു ബൈ വി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഫംഗ്ഷൻ ബൈ, അതായത് ഡിനോമിനേറ്ററിൽ വി സ്ക്വയർ, യു ഡാഷ് വി ഇവിടെ നമ്മൾ പ്ലസ് ഇട്ടില്ലേ പ്രോഡക്റ്റ് റൂളിൽ, അതേ സംഭവം തന്നെ മൈനസിൽ ന്യൂമറേറ്ററിൽ എഴുതുക. യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു ബൈ വി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ നോക്കിയേ. യു എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്, വി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. നമുക്കറിയാം വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? വി സ്ക്വയർ യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു. അപ്പോൾ ഇതേ നോക്കി തന്നെ എഴുതാം. യു ഡാഷ് എന്താണ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ് മൈനസ് വി ഡാഷ്, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവും ഇ റേസ് ടു എക്സ് തന്നെയല്ലേ, ഇൻറ്റു യു എന്താണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ ഇ റേസ് ടു 2x എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇ റേസ് ടു എക്സ് കോമൺ എടുക്കാമല്ലോ. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇ റേസ് ടു എക്സും ഒരു ഇ റേസ് ടു എക്സ് കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ ഇ റേസ് ടു എക്സ്. ഓക്കെ, നെക്സ്റ്റ് ചെയിൻ റൂളാണ് വരുന്നത്. ചെയിൻ റൂള് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചെയ്യാം. y is equal to sin log e raised to x cube എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ ഒരു ചെയിൻ പ്രോസസ്സ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? സൈൻ ആണ്, ബ്രാക്കറ്റ് അതേപോലെ തന്നെ എഴുതുക. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ്, ബ്രാക്കറ്റിൽ വരുന്നത് അതേപോലെ തന്നെ എഴുതുക. ലോഗ് ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു, ഇനി ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്താ? ഇ റേസ് ടു എക്സ് ക്യൂബ് ആണ്. ഇ റേസ് ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സ് ക്യൂബ് തന്നെ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഓക്കെ, 3x സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ചെയിൻ റൂൾ എന്ന് വിളിക്കുന്നത്. യെസ്, നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഇതിൽ വരുന്നത്? എക്സും വൈയും നമുക്ക് സെപ്പറേറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സും വൈയും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ നമുക്ക് എങ്ങനെയാണ് തരുന്നത്? വൈ ഇസ് ഈക്വൽ ടു, വൈ സെപ്പറേറ്റ് ചെയ്തു എക്സ് സെപ്പറേറ്റ് ചെയ്തുമാണ് തരുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ വൈ പ്ലസ് സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ്. വൈയും എക്സും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ കോസ് വൈ ഇൻറ്റു വൈയുടെ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇനി കോസ് എക്സിൻ്റെ എന്താ? മൈനസ് സൈൻ എക്സ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമുക്ക് വേണ്ട എന്താ? വൈ ഡാഷ് ആണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. സെപ്പറേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് വൈ. ഓക്കെ, നെക്സ്റ്റ് ലോഗ് റിലേറ്റഡ് ഫോർമുലാസ്. അപ്പോൾ ലോഗ് റിലേറ്റഡ് ഫോർമുലാസ് പറയാം, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്കത് ഒന്നുകൂടെ ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ലോഗ് എ റേസ് ടു ബി എന്താ? ബി ലോഗ് എ എന്ന് വരും. ലോഗ് എ ബി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എന്താ? അഡീഷനിലാണ് വരുന്നത്. ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി എന്താ? ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് ബി ടു ദ പവർ എ എന്ന്, സോറി ബേസ് എ എന്ന് പറയുന്നത് എന്താ? ലോഗ് ബി ബൈ ലോഗ് എ. ലോഗ് 1 0, ലോഗ് 10 1, ലോഗ് 100 2, ലോഗ് 1000 3. അപ്പോൾ ഇവിടെ സീറോസിൻ്റെ എണ്ണം വെച്ചിട്ടാണ് വാല്യൂ 1 2 3 എന്ന് എഴുതാൻ ഈസി ആയിട്ട് ഓർത്തിരിക്കാം.
ഓക്കെ. നെക്സ്റ്റ് യൂസേജ് ഓഫ് ലോഗ് ഫോർമുലാസ്. എവിടെയൊക്കെയാണ് നമ്മൾ ലോഗ് ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വേരിയബിൾ പവർ വേരിയബിൾ ആയിട്ട് വരിക, അതായത് ലോഗ് എക്സ്, ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ വരികയാണ്. അപ്പോൾ ലോഗ് എക്സ് റേസ് ടു കോസ് എക്സ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് ഫോർമുലാസ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പവർ ഓഫ് എ ഫംഗ്ഷൻ, ഇവിടെ നോക്കിയേ, ഫംഗ്ഷൻ ഇതിനകത്തുള്ളതാണ്, ദ ഹോൾ റേസ് ടു റൂട്ട് എന്താണ് 1/2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലോഗ് ഫോർമുലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് 1 2 3 ക്വസ്റ്റ്യൻസ്, യു വി ഡബ്ല്യു ദ ഹോൾ ഡാഷ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് വരും? ലോഗ് ഫോർമുലാസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന പാരാമെട്രിക് ഫോമാണ്. ഡിപ്പെൻഡിങ് ഓൺ തേർഡ് വേരിയബിൾ ആയിരിക്കും. എന്താണ് തേർഡ് വേരിയബിൾ? സാധാരണ നമ്മൾ എക്സും വൈയും വെച്ചാണ് ചെയ്തത് അല്ലേ? ഇവിടെ എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ടി അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, വൈ ഡിപ്പെൻഡ്സ് ഓൺ ടി അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എക്സാമ്പിൾ നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ, ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ? 2. ഇവിടെ എ കോൺസ്റ്റന്റ് ആണ്. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t എഴുതുമ്പോൾ 2at എന്ന് എഴുതാം അല്ലേ? y is equal to 2at, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കുമ്പോൾ dy ബൈ ഡി ടി ഈക്വൽ ടു, ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്, ബാക്കി കോൺസ്റ്റന്റ് മാത്രമേ വരുള്ളൂ, 2 എന്ന് വന്നു. നമുക്ക് വേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. അപ്പോൾ dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷനിൽ ഡി ടി ക്യാൻസൽ ആകും. dy ബൈ ഡി എക്സ് എന്ത് വരും? 2a ബൈ 2at 1/t എന്ന് ആൻസർ കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കൂടെ നോക്കാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഒരു തവണയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 തവണ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ വൈ ഡാഷ് ആദ്യത്തെ ഡെറിവേറ്റീവ് എങ്ങനെ വരും? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിൻ്റെ 3x² പ്ലസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ് അല്ലേ? സീക്ക് സ്ക്വയർ എക്സ്. ഇനി വൈ ഡബിൾ ഡാഷ് അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കേട്ടോ. സോ 3x² ഡെറിവേറ്റീവ് എന്താ? 6x പ്ലസ് സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 സീക്ക് എക്സ്. ഇനി സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇതിനെ നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? 2 സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ചെയ്യാം. ഓക്കെ. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.